ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ന്യൂ മോഡൽ കുർത്തി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി. അപ്പോൾ ആ ഒരു മോഡൽ നമുക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന തുണി ഇത് ഒരു അജ്രക് പ്രിൻറ്റിൻ്റെ ആണ്. പക്ഷേ ഇത് കോട്ടൺ അല്ല, പ്യുവർ അജ്രക്കും അല്ല. ഇതൊരു പോളിസ്റ്റർ തുണിയാണ്. കണ്ടാൽ സെയിം അതേപോലെ തന്നെ തോന്നുന്നു മാത്രമേ ഉള്ളൂ. ഇതൊരു കസ്റ്റമർ തയ്ക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ 1 മീറ്റർ തുണി മിച്ചം വന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കാന്താ കോട്ടൺ ആണ്. കാന്താ കോട്ടൺ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ചെറിയൊരു വൈറ്റ് ഡോട്ട്സ് ഫുള്ള് ഈ തുണിയിലുണ്ടാവും. അത് നമുക്ക് അടുത്ത് വെച്ച് നോക്കുമ്പോൾ മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അത് പ്യുവർ കോട്ടൺ ആണിത്. മസ്റ്റാർഡ് യെല്ലോ കളർ ഷെയ്ഡ് വരുന്നത്. ഇതൊരു 2.5 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ അജ്രക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അജ്രക്കാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഈ കോട്ടണുമായിട്ട് മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ കൂടുതൽ എടുത്ത് നിൽക്കുന്നതും ഭംഗിയുള്ളതും. അപ്പോൾ അത് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഒരു 1/2 മീറ്റർ തുണി എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് തുണി 2ആയിട്ടൊന്ന് മടക്കണം. ഇത് ഓൾറെഡി 2ആയിട്ട് മടക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ മടക്കി 4ആയിട്ട് മടക്കി നമ്മൾ എടുത്തു കൊടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ദാ ഇതേപോലെ 2 ആക്കിയാണ് എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പശയൊക്കെ മുക്കി യൂസ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരു വല്ലാതെ അങ്ങ് തളർന്ന് കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഇത് കുറേ നാൾ മുന്നേ ഞാൻ എടുത്തതാണ്. ഇപ്പോൾ അത് തീരെ അങ്ങ് ഉടഞ്ഞ് അങ്ങ് ഭയങ്കര പഞ്ഞു പോലെ ആയ ഒരു അവസ്ഥയായി. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പശയൊക്കെ മുക്കി നിങ്ങളൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, ചുരുങ്ങാതിരിക്കും. അപ്പോൾ ഇത് നമുക്ക് വീതി നോക്കാം. കറക്റ്റ് എനിക്ക് 13.5 വീതി വേണ്ടത്. ആ കറക്റ്റ് വീതി നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഏറ്റവും ബോട്ടം ഭാഗം വീതി എത്രയാണോ വരുന്നത് അത് വെച്ച് വേണം തുണി മടക്കിയിടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ XL സൈസിൻ്റെയാണ് കാണിക്കുന്നത്. ഷോൾഡർ ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് 6.5 7 എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് തുമ്പൊന്ന് കട്ടായി പോകുന്നതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 7 ഇഞ്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആം ഹോളും നമുക്ക് 7 ഇഞ്ച് തന്നെ കൊടുക്കാം. സാധാരണ അളവുകൾ തന്നെയാണ് കേട്ടോ. അതിൽ കട്ടിങ്ങിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല. നെക്കിൻ്റെ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അതിൽ ക്യാൻവാസിലൊരു വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾ എടുക്കുന്നത് അതേപോലെ തന്നെ ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ആം ഹോള് നമുക്ക് ഇവിടെ കർവ് 1.25 എടുത്തു. അതിനുശേഷം മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്ത് ഇതുപോലെ കുഴിച്ച് വരയ്ക്കുകയാണ്. ഷേപ്പ് ലെങ്ത് ഞാൻ 13.5 എടുത്തു. ഇവിടുത്തെ വണ്ണം 9ഉം 2 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ടു. സ്ലിറ്റിൻ്റെ ലെങ്ത് ഞാൻ 20 എടുക്കുകയാണ്. ഇവിടുത്തെ വണ്ണം 11.5, 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് 12.5 വരച്ചു. അപ്പോൾ 12.5 ആണല്ലോ നമ്മൾ സ്ലിറ്റിൻ്റെ എടുത്തത്, തയ്യൽ തുമ്പ് കൂട്ടി. അപ്പോൾ ഇനി ടോട്ടൽ ലെങ്ത് നമുക്ക് 46 ആണ്. തയ്യൽ തുമ്പ് കൂട്ടി ഞാൻ എടുക്കുന്നത്. അവിടം വെച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇനി ഇവിടുത്തെ വിരിവ് നമ്മൾ മുകളിലെ സ്ലിറ്റിൻ്റെ എടുത്ത് 12.5 1 ഇഞ്ച് കൂട്ടി നമ്മൾ 13.5 മാർക്ക് ചെയ്തു. ഇനി ഒരു സ്കെയിൽ വെച്ചിട്ട് ഈ 12.5 നിന്ന് 13.5 നമുക്കിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ എന്താ ഇതേപോലെ കഴിഞ്ഞു. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഫ്രണ്ട് സൈഡ് മാറ്റിയിട്ടിട്ട് ബാക്ക് സൈഡ് മാറ്റിയിട്ടിട്ട് ഫ്രണ്ട് സൈഡ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുകയാണേ. നമ്മൾ മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് കുഴിച്ചിട്ടില്ലായിരുന്നോ, അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് നോച്ച് കൊടുക്കുക. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും മാറിപ്പോയിരിക്കാനായിട്ട് നോച്ച് കൊടുക്കണം. എന്നിട്ട് തുണി ഇനി സ്ലീവിനുള്ളതാണ്. കറക്റ്റ് നമ്മൾ 4ആയിട്ട് മടക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 13.5 കൊടുത്തിരിക്കുന്നത്. എൻഡിൽ നമുക്കൊരു ചെറിയ പീസ് വെച്ച് കൊടുക്കാം. ഇവിടെ താഴേക്ക് ആം ഹോൾ ഫിറ്റ് നമുക്ക് വരുന്നത് 9 ആണ്. അപ്പോൾ ഒരു 8.5 മാർക്ക് ചെയ്തിട്ട് ഇവിടേക്ക് 3.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് ഇതേപോലെ കർവ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കർവ് ചെയ്യേണ്ട, അങ്ങനെ ആകുമ്പോൾ അവിടെ ചുളിവ് വരും. എന്നിട്ട് നമ്മൾ കറക്റ്റ് വണ്ണവും അതിൻ്റെ തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് സൈഡ് 2 എണ്ണം പിടിച്ചിട്ട് ഇതേപോലെ കുഴിച്ച് കട്ട് ചെയ്യുക. അത് ഫ്രണ്ട് സൈഡ് സ്ലീവാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ മാർക്കിംഗ് കൊടുത്തു. ഇനി നമുക്ക് ഈ തുണിയിൽ സ്ലീവിൻ്റെ എൻഡ് ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ തുണി എടുക്കുക. എന്നിട്ട് ഇത് തേര് വശമാണ് കേട്ടോ. ഇത് 2ആയിട്ടൊന്ന് ഞാൻ മടക്കി ഇട്ടു. ഇനി ഒന്നുകൂടെ ഒന്ന് മടക്കുക. അങ്ങനെ 4ആയിട്ട് മടക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ തേര് വശം എടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ തുണി ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ നന്നായിട്ട് നമുക്ക് മടക്കി തയ്ച്ച് വെക്കാൻ വരത്തില്ല, ഒരുപാട് ചുളിവ് വരും. അപ്പോൾ ഈ തേര് വശം വരുന്ന ഭാഗം എടുക്കുകയാണെന്നെങ്കിൽ ഒട്ടും ചുളിവ് വരാതെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് തേര് ഞാൻ നന്നായിട്ടൊന്ന് തുമ്പ് ഒരുപോലെ പിടിക്കുകയാണേ, അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാവും. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു 3 ഇഞ്ച്, അതായത് 2.5 ആണ് നമ്മുടെ സ്ലീവിൻ്റെ വീതി, 1/2 ഇഞ്ച് നമുക്ക്
തയ്യൽ തുമ്പിനും വേണം. അങ്ങനെ നോക്കുമ്പോൾ 3 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് ഇവിടം വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഞാൻ നിവർത്തി കാണിച്ചു തരാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ആദ്യം 2ആയിട്ട് മടക്കി, പിന്നെ 4ആയിട്ട് മടക്കി, പിന്നെ ഇതേപോലെ ഒന്നുകൂടെ മടക്കി ഇവിടെ തയ്യൽ തുമ്പും ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് കുറച്ച് പീസ് അതേ വെച്ച് പിടിപ്പിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു മോഡലും ചെയ്തെടുക്കാൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇത് 2ആയിട്ട് മടക്കി ഇതേപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തുമ്പ് ഫുള്ള് അജ്രക്കിൻ്റെ പ്രിൻറ്റിൻ്റെ ഫുള്ള് ഡിസൈൻ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്, ബാക്കിലും ഫ്രണ്ടിലും. അപ്പോൾ ഇത് സ്ലീവ് കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. ഇത് ലൈനിങ് വേണ്ടി വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. തീരെ കട്ടി കുറവായതുകൊണ്ട് തന്നെ നിഴലടിക്കും. പിന്നെ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ദേഹത്തേക്ക് ഒട്ടി കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. കോട്ടൺ ആണെങ്കിലും ചില കോട്ടൺ ഇച്ചിരി കട്ടി ഉണ്ടാവുമല്ലോ, ഇത് അതുപോലല്ല, തീരെ സോഫ്റ്റ് തുണിയാണ്. അല്പം നിറവും പോകും ഇതിൻ്റെ കേട്ടോ. ഈ കാന്ത കോട്ടൺ അങ്ങനെയാണ്, കുറച്ച് നിറവും പോകും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഡാർക്ക് ഷെയ്ഡ്സ് മേടിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഇനി നമുക്ക് ഇതേപോലെ ഞാൻ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്, 2ആയിട്ട് മടക്കിയിട്ടു. എന്നിട്ട് 3 ഇഞ്ച് അകലം കൊടുത്തു. താഴേക്ക് ഇറക്കം 6 ആണ്, 1/2 ഇഞ്ച് ഷോൾഡർ കൂട്ടി 6.5. അപ്പം 3 ഇഞ്ച് ഇറക്കവും 3 ഇഞ്ച് അകലവും 6.5 ഇഞ്ച് ഇറക്കവുമാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ നെക്ക് എത്രയാണോ അത് എടുക്കാം കേട്ടോ. ടോട്ടൽ ലെങ്ത്ത് നമുക്ക് ഒരു 14 ഇവിടെ മാർക്ക് ചെയ്യാം. 14 കറക്റ്റ് ആ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗം വരുന്നവരെ നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുത്തെ വീതി വേണ്ട, വീതി ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ. ഞാനത് കറക്റ്റ് ലെങ്ത്ത് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നെക്കിൻ്റെ ഷേപ്പ് ഈ ഒരു രീതിയിൽ നമുക്ക് വരച്ചെടുക്കാം. ഇതേപോലെ. ഇനി വേണ്ടത് നമ്മുടെ ഈ ലെങ്ത്തിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. ഈ ഷേപ്പ് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. ഞാൻ ഈ വരയ്ക്കുന്ന അതേപോലെ ഏകദേശം വരയ്ക്കാൻ കഴിവുള്ളവർക്കാണെങ്കിൽ അത് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ പെൻസിൽ വെച്ച് എങ്ങനെയെങ്കിലും നോക്കുക കേട്ടോ. അത് കറക്റ്റ് അളവ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അത് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ അനുസരിച്ചും നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ചും നിങ്ങൾക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ വരും. മുകളിൽ നമുക്ക് കുറച്ചുകൂടെ നെക്ക് കയറ്റിയിട്ട് ഇങ്ങനെ ചരിച്ചിട്ട് ബാക്ക് നെക്ക് കുറച്ച് വേറൊരു മോഡലുണ്ട് കേട്ടോ. പക്ഷെ അത് നെക്ക് ഒത്തിരി ഇടുങ്ങിയിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തില്ല. നെക്ക് നോർമൽ രീതിയിൽ തന്നെ ചെയ്തിട്ട് താഴേക്ക് ഈ ഡിസൈൻ വെച്ച് കൊടുത്തത്. അപ്പോൾ ആ ഒരു മോഡൽ ചെയ്താൽ ബാക്ക് നെക്ക് തീരെ ഉണ്ടാവത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ഇഞ്ച് വീതിയിൽ ഇതേപോലെ കട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ തുമ്പ് ഞാൻ ഇത്തിരി വിടാനായിട്ട് വിട്ടുപോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ലെങ്ത്തിൽ ക്യാൻവാസ് എടുക്കണേ. അപ്പോൾ ഞാനിതിങ്ങനെ താഴ്വശം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മുകളിലേക്ക് കയറ്റി എടുക്കുകയാണ് ഈ ഭാഗം. ഇതേപോലെ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഞാൻ നിവർത്തി കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ നെക്ക് തയ്ച്ചെടുക്കേണ്ടി വരും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അജ്രക്കിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതും കൂടെ നമ്മൾ കളയരുത്, ഇതും കട്ട് ചെയ്യുക. ഈ ഒരു അളവിലാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതിന് തയ്യൽ തുമ്പ് വേണ്ടി വരും. കറക്റ്റ് അളവിന് നമ്മൾ കട്ട് ചെയ്യരുത്, തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് കട്ട് ചെയ്താലല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടം വരെ കറക്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോ വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കണം. ഇത് ഈ ഒരു തുമ്പ് ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ വീതി കൂട്ടി കട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ നെക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് അജ്രക്കിൽ ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 ലെയറാണ് എടുക്കുന്നത്. നമ്മുടെ ആ ചെസ്റ്റിൽ വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കട്ടി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ലെയർ വെക്കുന്നത്. കാരണം നമ്മൾ ലൈനിങ്ങും നെക്കിൻ്റെ പീസും എല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത് കളയുമല്ലോ. അപ്പോൾ കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ട് 2ആയിട്ട് മടക്കി ഇതേപോലെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇടാം. മുകൾ വശത്ത് ഒരു 1/2 ഇഞ്ച് മാത്രം തുമ്പ് മതി. ബാക്കിയെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തു. മുകൾ വശം മാത്രം നമ്മൾ 1/2 ഇഞ്ച് വീതിയിലും കട്ട് ചെയ്തു. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയാം. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്ന കാരണം വീഡിയോ വീണ്ടും ലെങ്ത് കൂടി പോകും. എല്ലാം കൂടെ ആകുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കടയിൽ എപ്പോഴും തിരക്കായിരിക്കും, അറിയാമല്ലോ. ഇപ്പം നൈറ്റിയുടെ ബിസിനസ് കൂടെ വന്നാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല തിരക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ തയ്ച്ച് കൊടുക്കാം, സ്റ്റാഫിനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം,
പിന്നെ അതിൻ്റെ തുണി വരുന്നതനുസരിച്ച് അതിൻ്റെ ടോട്ടൽ എമൗണ്ടും കാര്യങ്ങളും പറയണം, എടുത്ത് വെക്കണം, അങ്ങനെ ഒത്തിരി പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും ഒരു വീഡിയോ പിടിച്ച് വയ്ക്കും. അടുത്ത ദിവസമായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഒരുമിച്ച് കാണിക്കാൻ പറ്റാത്തത്. പിന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു പോയി ഒന്നും മനസ്സിലാകാതിരിക്കുന്നതിലും നല്ലത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് 2 വീഡിയോ ഇടുന്നതല്ലേ. അതുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും. നമ്മുടെ ബിഗിനേഴ്സ് ആണല്ലോ കൂടുതലും ചെയ്യുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല, നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. അപ്പോൾ എന്തായാലും ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നൈറ്റി മെറ്റീരിയൽസ് കൊണ്ടും ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 2 കളർ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചാലും മതി. പിന്നെ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ നമ്പറും അത് വാങ്ങാനുള്ളതെല്ലാം കാറ്റലോഗെല്ലാം നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കിട്ടുന്നതാണ്. അത് നന്നായിട്ട് വായിച്ച് നോക്കുക. അതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നൈറ്റി എല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.